ഈ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്കതിലെ പേജ് നമ്പർ 21 എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻസ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന ടോപ്പിക് നോക്കാം. ഓക്കെ, ദ ഇനീഷ്യൽ തിക്നെസ് ഓഫ് എ പേപ്പർ വാസ് 0.001 സെന്റിമീറ്റർ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പേപ്പർ ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ടൈംസും ഫോൾഡ് ചെയ്യുമ്പോൾ അതിന്റെ തിക്നെസ് എത്ര വരും എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് കാണാത്ത കൂട്ടുകാർ ആ വീഡിയോസ് കാണുക. ഓക്കെ, അപ്പോൾ ഒരു പേപ്പറിന്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇവിടെ 0.011 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫോൾഡിംഗ് വൺസ് ഇറ്റ്സ് തിക്നെസ് ബിക്കം 0.001 സെന്റിമീറ്റർ ഇൻറ്റു 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.002 സെന്റിമീറ്റർ. അതായത് ഈ 0.001 തിക്നെസ് ഉള്ള പേപ്പറിനെ ഒരു ടൈംസ് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ, അപ്പോൾ ഫോൾഡിങ് വൺസ് ഒരു തവണ ഫോൾഡ് ചെയ്യുമ്പോൾ, ഒരു തവണ മീൻസ് നമ്മൾ അതിനെ എന്ത് ചെയ്യും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വരും, 0.002 എന്ന് കിട്ടും. ഓക്കെ, ദെൻ ഫോൾഡിങ് ഇറ്റ് ട്വൈസ്, നമ്മളിവിടെ ഇതിനെ 2 തവണ ഫോൾഡ് ചെയ്താൽ എത്ര വരും, അതായത് 0.011 സെന്റിമീറ്ററിന് നമ്മൾ 2 ടൈംസ് ഫോൾഡ് ചെയ്യണം. അതായത് 2 × 2, 2 തവണ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 0.004 എന്ന് വരും. ഓർ 0.001 സെന്റിമീറ്റർ ഇൻറ്റു 2 സ്ക്വയർ. ഇവിടെ 2 × 2നെ എന്തെന്ന് എഴുതി, 2 സ്ക്വയർ, 2 ദ പവർ 2, 2 റൈസ് ടു 2 എന്ന് എഴുതി. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വന്നു, 0.004 സെന്റിമീറ്റർ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഫോൾഡിങ് ഇറ്റ് ത്രൈസ്, ഇതിനെ 3 ടൈംസ് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ അതിന്റെ തിക്നെസ് എന്ത് വരും, 3 ടൈംസ് ആകുമ്പോൾ അതിന്റെ 0.011 എന്ന തിക്നെസ്സിനെ 3 ടൈംസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ 2 എങ്ങനെ വന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ തവണ ഫോൾഡ് ചെയ്യുമ്പോഴേ അതിന്റെ തിക്നെസ് 2 ടൈംസ് കൂടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ 3 ടൈംസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പോൾ ഇവിടെ 2 × 2 × 2 3 ടൈംസ് 2നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിന് പകരമാണ് ഇവിടെ 2 റൈസ് ടു 3, അതായത് 2 ക്യൂബ്, 2 റൈസ് ടു 3 എന്ന് എഴുതി. അതായത് 2 × 2 × 2, 2നെ 3 ടൈംസ് ആണല്ലോ മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ നമ്മൾ 2 റൈസ് ടു 3. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്ത് വന്നു, 0.008 സെന്റിമീറ്റർ. ഓൾറെഡി 4 ടൈംസ് ഇറ്റ്സ് തിക്നെസ് ബിക്കെയിം 0.001 സെന്റിമീറ്റർ ഇൻറ്റു 2 × 2 × 2 × 2. അതായത് 4 ടൈംസ് ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 2നെ 4 ടൈംസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2 ഇവിടെ 4 ടൈംസ് ആണല്ലോ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. therefore നമ്മൾ എന്ത് എഴുതി, 0.01 സെന്റിമീറ്റർ ഇൻറ്റു 2 റൈസ് ടു 4. 2നെ 4 തവണ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് എഴുതി, 2 റൈസ് ടു 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.016 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, സിമിലർലി ദ എക്സ്പ്രഷൻ ഫോർ ദ തിക്നെസ് ഓഫ് ദ പേപ്പർ വെൻ ഫോൾഡഡ് 7 ടൈംസ്. 7 ടൈംസ് നമ്മൾ ഫോൾഡ് ചെയ്ത് എന്ത് വരും, ആ പേപ്പറിന്റെ തിക്നെസ്സിനെ 7 ടൈംസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 1 2 3 4 5 6 7 ടൈംസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ ഇത്രയും ഇങ്ങനെ വലുതായിട്ട് എഴുതുന്നതിന് പകരമാണ് നമ്മൾ ഇതിന്റെ ഷോർട്ടിൽ എന്ത് എഴുതുന്നത്, 2 റൈസ് ടു 7, 0.001നെ 2 റൈസ് ടു 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും, 0.128 സെന്റിമീറ്റർ എന്ന് പറയും. Okay, we have seen that the square numbers can be expressed as n square and cube numbers as n cube. അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്ക്വയർ നമ്പേഴ്സിന് നമ്മൾ എന്താ എഴുതുന്നത്, 2 സ്ക്വയർ, 3 സ്ക്വയർ. അപ്പോൾ റൈസ് ടു 2 വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ റീഡ് ചെയ്യും, സ്ക്വയർ എന്ന് റീഡ് ചെയ്യും, സ്ക്വയർ. ഇനി റൈസ് ടു 3 വന്നു കഴിഞ്ഞാൽ എന്ത് വരും, 2 റൈസ് ടു 3, 3 റൈസ് ടു 3, 4 റൈസ് ടു 3. ഇവിടെ റൈസ് ടു 3 വന്നാൽ നമ്മൾ എന്ത് റീഡ് ചെയ്യും, ക്യൂബ് എന്ന് പറയും. 4 ക്യൂബ്, 3 ക്യൂബ്, 2 ക്യൂബ് എന്നൊക്കെ പറയും. ഓക്കെ അല്ലേ. അതാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കോമൺ ആയിട്ട് n എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റീഡ് ചെയ്യും, n സ്ക്വയർ. n റൈസ് ടു 3 വന്നാൽ നമ്മൾ എന്ത് റീഡ് ചെയ്യും, n ക്യൂബ്. അതാ ഇവിടെ എഴുതിയിട്ടുള്ള n × n എന്ന് പറഞ്ഞാൽ n-നെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് n സ്ക്വയർ കിട്ടുന്നത്. റീഡ് ആസ് n സ്ക്വയർഡ് ഓർ n റൈസ് ടു ദ പവർ 2. അതായത് n സ്ക്വയർ അല്ലെങ്കിൽ n റൈസ് ടു ദ പവർ 2 എന്ന് റീഡ് ചെയ്യും. നമ്മൾ എളുപ്പത്തിൽ എന്ത് പറയും, n സ്ക്വയർ അല്ലെങ്കിൽ n റൈസ് ടു 2 എന്ന് പറയും. ഓക്കെ അല്ലേ. ഇവിടെ n × n എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം, n ക്യൂബ്. n-നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ n റൈസ് ടു 3. ഈ n റൈസ് ടു 3നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, n ക്യൂബ് അല്ലെങ്കിൽ n റൈസ് ടു ദ പവർ 3. n റൈസ് ടു ദ പവർ 3 എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് പറയും, n റൈസ് ടു 3, n റൈസ് ടു 4, n റൈസ് ടു 5 അങ്ങനെ പറയാം. ഓക്കെ, ദെൻ n-നെ ഇവിടെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ n റൈസ് ടു 4. കണ്ടോ, n-ന്റെ പവർ 4 ആയി. റീഡ് ആസ് n റൈസ് ടു ദ പവർ 4 ഓർ ദ 4th പവർ ഓഫ് n, അല്ലെങ്കിൽ എന്ത് പറയാം, 4th പവർ ഓഫ് n എന്നും പറയാം.
ദെൻ എന്നിനെ ഇവിടെ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് 7 ടൈംസ്. അപ്പോൾ 7 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ n റൈസ് ടു 7. ഓക്കെ, റീഡ് ആസ് n റൈസ് ടു ദ പവർ 7 ഓർ 7th പവർ ഓഫ് n എങ്ങനെയും നമുക്ക് റീഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇൻ ജനറൽ വി റൈറ്റ് n റൈസ് ടു 8 ടു ഡിനോട്ട് n മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ്സെൽഫ് 8 ടൈംസ്. അതായത് ഇവിടെ n റൈസ് ടു a എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിനെ 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആയിരിക്കും. അതിന് എന്ത് ചെയ്യണം? 8 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക പറയുന്നത്. ഓക്കെ, ദെൻ 5 റൈസ് ടു 4 നമ്മൾ ഇതെങ്ങനെ റീഡ് ചെയ്യും? 5 റൈസ് ടു 4. 5 റൈസ് ടു 4 മീൻസ് എന്താണ്? 5നെ 4 ടൈംസ് എഴുതുക. 5 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ 5നെയാണ് നമ്മൾ 4 ടൈംസ് എഴുതുന്നത്. 5 ഇൻറ്റു 5 ഇൻറ്റു 5. കൂട്ടുകാർ തിരിച്ച് 4നെ 5 ടൈംസ് എഴുതരുത്, അങ്ങനെ എഴുതിയ തെറ്റാണ്. ഈ താഴെ വരുന്ന ബേസിനെയാണ് നമ്മൾ മേളിൽ വരുന്ന എക്സ്പോണൻഷ്യൽ ഫോർമുല നമ്പർ എത്ര ടൈംസ് എന്ന് എഴുതുക. ഓക്കെ, ദെൻ ഇവിടെ 5നെ 4 ടൈംസ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 625. ഓക്കെ, ദെൻ 5 റൈസ് ടു 4 ഈസ് ദ എക്സ്പോണൻഷ്യൽ ഫോം ഓഫ് 625. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 625ന്റെ എക്സ്പോണൻഷ്യൽ ഫോം ആണ് 5 റൈസ് ടു 4. ഹിയർ 4 ഈസ് ദ എക്സ്പോണന്റ് ഓർ പവർ. നമ്മൾ ഈ 4നെ ഈ റൈസ് ടു വരുന്ന നമ്പർ ഉണ്ടല്ലോ 5 റൈസ് ടു 4, അതിനിവിടെ 4നെ പറയുന്ന പേരാണ് എക്സ്പോണന്റ് ഓർ പവർ. എക്സ്പോണന്റ് ഓർ പവർ എന്ന് പറയുന്നത് ഈ റൈസ് ടു വരുന്ന നമ്പറിനെയാണ്. ഓക്കെ, എക്സ്പോണന്റ് ഓഫ് ദ ഫോം 5 റൈസ് ടു n ആർ കോൾഡ് പവേഴ്സ് ഓഫ് 5 അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ 5ന് നമുക്ക് എത്ര ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. 5 റൈസ് ടു 1 കൊടുത്താൽ 5നെ 1 ടൈം മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ 5 റൈസ് ടു 2 കൊടുത്താൽ 5നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ പവേഴ്സ് ഓഫ് 2 ഇവിടെ പവേഴ്സ് ഓഫ് 5 ഇവിടെ എത്ര വരും? 5 റൈസ് ടു 1 വരാം, 5 റൈസ് ടു 2, 5 റൈസ് ടു 3, 5 റൈസ് ടു 4 എക്സെട്ര. അങ്ങനെ എന്നിന്റെ നമ്പർ എത്ര വേണമെങ്കിലും എഴുതാം. ദെൻ ഇവിടെ 2നെ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ടൈംസ് ഇവിടെ 2നെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10 ടൈംസ് നമ്മളിങ്ങനെ 2 ഇൻറ്റു 2 ഇൻറ്റു എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതിയാൽ മതി? 2 റൈസ് ടു 10 എന്ന് എഴുതിയാലും മതിയാവും. 2 റൈസ് ടു 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 1024 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നോക്കിയേ 5 റൈസ് ടു 4 ഈസ് റീഡ് ആസ് 5 റൈസ് ടു ദ പവർ 4. 5 റൈസ് ടു 4 നമുക്ക് എന്ത് പറയാം? 5 റൈസ് ടു ദ പവർ 4 ഓർ 5 ടു ദ പവർ 4. 5 ടു ദ പവർ 4 എന്നും റീഡ് ചെയ്യാം. പിന്നെ 5 പവർ 4 ഓർ 4th പവർ ഓഫ് 5. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ റീഡ് ചെയ്യാം. ഓക്കെ, റിമെമ്പർ ദ 1024 ഫ്രം earlier. There it means that after every 10-fold the thickness increased 1024 times. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഓരോ ഫോൾഡിനും എത്രയാണ് 2 ടൈംസ് തിക്നെസ് കൂടാറുണ്ട് അല്ലേ? അപ്പോൾ 10 ടൈംസ് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ തിക്നെസ് എത്ര കൂടും? 1024 ടൈംസ് കൂടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോക്കാം നമുക്ക്. Which expression describes the thickness of a sheet of paper after it is folded 10 times? The initial thickness is represented by the letter number V. ഇവിടെ ഒരു പേപ്പറിന്റെ തിക്നെസ് എന്താണ്? നമ്മൾ സാധാരണ തിക്നെസ് നമ്പേഴ്സിലാണ് പറയുന്നത് അല്ലേ? പകരം ഇവിടെ എന്താ കൊടുത്തത്? ഒരു ലെറ്റർ സൂചിപ്പിക്കുന്നത്. എന്താണ്? വി എന്ന് പറയുന്ന ലെറ്റർ ആണ് തിക്നെസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? തിക്നെസ് ഈക്വൽ ടു വി. പേപ്പറിന്റെ തിക്നെസ് ഈക്വൽ ടു വി. ദെൻ ഇതെന്ത് ചെയ്യുവാണ്? എ ഷീറ്റ് ഓഫ് പേപ്പർ ആഫ്റ്റർ ഇറ്റ് ഈസ് ഫോൾഡഡ് 10 ടൈംസ്. എന്നിട്ട് ഈ പേപ്പർ എന്ത് ചെയ്യുവാണ്? 10 ടൈംസ് ഫോൾഡ് ചെയ്യുമ്പോൾ തിക്നെസ് എത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ പേപ്പറിന് നമ്മൾ 10 ടൈംസ് ഫോൾഡ് ചെയ്യുക മീൻസ് എന്താണ്? ഓരോ ടൈംസും ഫോൾഡ് ചെയ്യുമ്പോൾ എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത് നമ്മളിവിടെ പറഞ്ഞു? 2 ടൈംസ്. അപ്പോൾ നമ്മളിതിൽ 10 ടൈംസ് ഫോൾഡ് ചെയ്യാൻ പറഞ്ഞാൽ 2 എന്ത് ചെയ്യണം? 10 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 2 ഇൻറ്റു 2, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ടൈംസ് 2നെ എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ 2നെ നമ്മൾ 10 ടൈംസ് എഴുതുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? 2 റൈസ് ടു 10 എന്ന് എഴുതിയാൽ പോരെ? ഓക്കെ, 2 റൈസ് ടു 10 ആണ് അതിന്റെ തിക്നെസ്. അപ്പോൾ ഇനീഷ്യൽ തിക്നെസ് നമുക്കറിയാം എന്താണ്? തിക്നെസ് എന്ന് പറയുന്നത് വി ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ 10 ടൈംസ് ഫോൾഡ് ചെയ്യുമ്പോൾ അതിന്റെ തിക്നെസ് എത്ര ടൈംസ് കൂടും? 2 റൈസ് ടു 10 ടൈംസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തിക്നെസ് എത്രയായിരുന്നു? വി ആയിരുന്നു. ഇപ്പൊ എത്ര ടൈംസ് കൂടി? 2 റൈസ് ടു 10 ടൈംസ് അതിന്റെ തിക്നെസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഇപ്പോൾ ഫൈനൽ തിക്നെസ് എന്ന് പറയുന്നത് വി ഇൻറ്റു 2 റൈസ് ടു 10 എന്ന് പറയും. തിരിച്ചെഴുതിയാലും കറക്റ്റ് ആണ്. 2 റൈസ് ടു 10 ഇൻറ്റു വി എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ദെൻ ഇവിടെ ഈ ഇൻറ്റു എന്ന് പറയുന്ന സൈൻ ഇല്ലാതെ 2 റൈസ് ടു 10 വി എന്ന് പറഞ്ഞാലും ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ആൻസർ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാ നോക്കാം. ഇവിടെ കണ്ടോ? 2 റൈസ് ടു 10 വി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ പേപ്പറിന്റെ ഇനിഷ്യൽ തിക്നെസ് വി ആയിരുന്നു. അത് 10 ടൈംസ് ഫോൾഡ് ചെയ്യുമ്പോൾ 2 റൈസ് ടു 10 ആവും. അപ്പോൾ ഈ വിനെ 2 റൈസ് ടു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഓക്കെ അല്ലേ?
സം മോർ എക്സാമ്പിൾസ് ഓഫ് എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻസ്. അതായത് ഇവിടെ 4 എന്ന നമ്പറിനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. 1 2 3 4 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താം 4⁻³ അല്ലെങ്കിൽ 4³ എന്ന് ഇതിനെ റീഡ് ചെയ്യാം. അപ്പോൾ ഈ 4നെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും 64. ഓക്കെ, ഇനി അടുത്ത എന്താ, ഇവിടെ -4 ആണ് എടുത്തിട്ടുള്ളത്. -4 എടുക്കുമ്പോൾ എന്താ പ്രത്യേകത, ഇവിടെ മൈനസ് എത്ര ടൈംസ് ഉണ്ട് 1 2 3 ടൈംസ് മൈനസ് വന്നു. അതായത് ഈ 3 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ് അല്ലേ. അപ്പൊ റൈസ് ടു മൈനസ് നമ്പേഴ്സിലെ റൈസ് ടു പവർ ഓഡ് നമ്പർ വന്നാൽ നമ്മുടെ ആൻസറിലും എന്ത് വരും മൈനസ് വരും. അതായത് പവർ എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പോണൻഷ്യൽ പവർ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയാൽ ആൻസർ എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും. ദെൻ പവർ ഈവൻ നമ്പർ ആയാൽ ആൻസർ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. അത് കൂട്ടുകാർ ഓർത്ത് വയ്ക്കുക. നമ്മൾ റൈസ് ടു പവർ എഴുതുമല്ലോ നെഗറ്റീവ് നമ്പേഴ്സിൽ, ഇതുപോലെ നെഗറ്റീവ് നമ്പേഴ്സ് എഴുതി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ പവർ ഓഡ് നമ്പർ ആയാൽ നമ്മുടെ ആൻസർ നെഗറ്റീവ് ആയിരിക്കും. പവർ ഈവൻ നമ്പർ ആയാൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, സിമിലർലി a into a into a into b into b can be expressed as this. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതി, എനെ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് 3 ടൈംസ് 1 2 3. അപ്പൊ നമുക്ക് എന്ത് എഴുതാം a⁻3. ദെൻ b എത്ര ടൈംസ് ഉണ്ട് b into b, അതായത് 2 ടൈംസ് a³ into b², റീഡ് ആസ് a³ b². ദെൻ ഇവിടെ a into a എത്ര ടൈംസ് എഴുതിയിട്ടുള്ളൂ 2 തവണ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം a². ദെൻ b എത്ര ടൈംസ് എഴുതിയിട്ടുണ്ട് 4 ടൈംസ്. അപ്പോൾ b⁻4 കണ്ടോ, അങ്ങനെയാണ് ഇവിടെ a² b⁻4, റീഡ് ആസ് a² b⁻4 എന്ന് എഴുതിക്കുന്നത്. ദെൻ 4 + 4 + 4 ഈക്വൽ ടു, നമ്മൾ 4നെ 3 ടൈംസ് ആഡ് ചെയ്യുന്നതിന് പകരം 3 × 4 എന്ന് എഴുതിയാലും ആൻസർ 12 ആണല്ലോ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നതിന് പകരം അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്നത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഓക്കെ, ദെൻ ഇവിടെ 4 × 4 × 4 എന്ന് പറഞ്ഞാൽ എന്താണ് 4³. 4നെ 4 തവണ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് 4³ 4³ ആൻസർ 64. ഓക്കെ അല്ലേ. ദെൻ ഇവിടെ 32,400നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ പ്രൈം ഫാക്ടറൈസേഷൻ കൂട്ടുകാർക്ക് അറിയാമെന്ന് കരുതുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഇവിടെ ഇത്രയും നമ്പേഴ്സ് കിട്ടി. ഓക്കെ, ഈ നമ്പേഴ്സിന് നമുക്ക് എങ്ങനെ പവർ ആയിട്ട് എഴുതാം. ഇവിടെ 2 എത്ര ടൈംസ് ഉണ്ട് 1 2 3 4. അപ്പോൾ 2 നമുക്ക് എത്ര എഴുതാം 2⁻4 ഇൻറ്റു, ദെൻ 5 എത്ര ടൈംസ് ഉണ്ട് 1 2 2 തവണ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം 5⁻2. വീണ്ടും ഇൻറ്റു ഇടുക. ദെൻ 3 എത്ര ടൈംസ് ഉണ്ട് 1 2 3 4. അപ്പോൾ നമ്മൾ എന്ത് എഴുതാം 3⁻4. ഓക്കെ, 2⁻4 5² 3⁻4 എന്ന് നമുക്ക് എന്ത് ചെയ്താം ഫാക്ടറൈസ് ചെയ്തിട്ട് ഈ നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ദെൻ വാട്ട് ഈസ് -1⁵5. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു മൈനസ് നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ അതിന്റെ പവർ നോക്കണം. പവർ എന്താണ് ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ വന്ന് നമ്മുടെ ആൻസറിലും എന്ത് വരും മൈനസ് വരും അല്ലേ. അപ്പോൾ എന്ത് വരും ആൻസർ ഇവിടെ -1. അതായത് -1⁵5 ഈസ് ഈക്വൽ ടു -1 എത്ര ടൈം മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 1 ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പവറിന്റെ നമ്പർ മാത്രം നോക്കുക. പവർ 5 ആണ്. 5 ഓഡ് നമ്പർ ആയതുകൊണ്ട് ആൻസറിലും മൈനസ് വന്നു. ഓക്കെ, ദെൻ ഇവിടെ -1⁵56. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പവർ നോക്കുക. 56 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. -1⁵56 ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും, ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ദെൻ -2⁴. അപ്പോൾ -2⁴ എന്ന് പറഞ്ഞാൽ ഇവിടെ 4 എന്ന് പറയുന്നത് എന്താണ് ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആയ നമ്മുടെ ആൻസർ എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും. അതാണ് -2 ഇൻറ്റു -2 ഇൻറ്റു -2 ഇൻറ്റു -2 ചെയ്യുമ്പോൾ നമുക്ക് 16 എന്ന പോസിറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ദെൻ ഇവിടെ നോക്കി വാട്ട് ഈസ് 0². 0² മീൻസ് എന്താ, 0യെ നമ്മൾ എന്ത് ചെയ്യണം 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക. 0യെ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ എന്തായിരിക്കും 0. ദെൻ 0⁵5 കൊടുത്തിട്ടുണ്ട്. 0⁵5 ഈക്വൽ ടു അവിടെയും 0യെ നമ്മൾ എന്ത് ചെയ്യണം 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ ആൻസർ എന്ത് വരും 0. ദെൻ വാട്ട് ഈസ് 0⁻n. 0 അതായത് എന്നിന്റെ നമ്പർ എത്ര കൊടുത്താലും നമ്മുടെ ആൻസർ എന്തേ വരൂ 0. അതായത് 0⁻ ഏതൊരു പവർ വന്നാലും ആൻസർ എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബാക്കി ക്ലാസ്സസുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ താങ്ക് യു.